ഈ വീഡിയോ കാണുന്ന നിങ്ങളെ എന്താണ് ചിന്തിക്കുന്നത്? ഇറാനാണോ യു എയിലോട്ട് ഈ 2 മിസൈലുകൾ വിട്ടത് ഈ ഒരു ആവശ്യത്തിലാത്ത സമയത്ത്? അതല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് യുദ്ധം സീസ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് യു എയിനെ ആക്രമിക്കാൻ ഇറാൻ മുതിരേണ്ട കാര്യമുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പം അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഇറാൻ അടിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിച്ച കാര്യമില്ലേ? ഒരുപാട് കോൺസ്പിറസി തിയറീസ് വരുന്നുണ്ട്. ഇറാൻ അല്ലാന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ അല്ലെങ്കിൽ അടിച്ചതിന് ഓരോ അടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളാണ് കൊടുക്കുന്നത്, ഞങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ആക്രമണം നടത്തിയിട്ട് ഞങ്ങളല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ ആളുകളാണ്. അല്ല അമേരിക്കയിലെ പ്രസിഡന്റിനെ പോലത്തെ ട്രംപ് എന്ന മൊണ്ണനെ പോലത്തെ വെറുതെ ഈ യുദ്ധം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂ അല്ല, പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞ് ചെയ്യിക്കുന്ന ആളുകളാണ് ഇറാൻ. അപ്പം ഇറാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങളില്ലേ? അതായത് നമ്മുടെ അഭിപ്രായമായിട്ട് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താ നമ്മുടെ ചില വീഡിയോയുടെ താഴത്ത് വന്ന ചില ആൾക്കാർ കമന്റ് ഇട്ട്, ഇറാനികൾ നിന്നോട് വന്ന് പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ഇസ്രായേൽ നിന്നോട് വന്ന് പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ദുബായ് ഷെയ്ഖ് നിന്നോട് വന്ന് പറഞ്ഞതാണല്ലോ. ഇതാരും നമ്മളെ ഈ വീഡിയോ ചെയ്യുന്ന ആരും നമ്മളോടൊന്നും പറഞ്ഞുകൊണ്ടൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരൊറ്റ മീഡിയ കാണാണ്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാത്രം നോക്കാണ്ട് പല ന്യൂസുകളും പല സൈറ്റുകളും പല വെബ്സൈറ്റുകളും അവിടെ ഇവിടെയൊക്കെ കയറി കണ്ട് അറിഞ്ഞിട്ട് ചെയ്യുന്ന ന്യൂസുകൾ അതൊക്കെ വെറുതെ. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള ന്യൂസ് 18 വന്ന വീഡിയോ അതുപോലെ എടുത്തിട്ട് ഇവിടെ വന്ന് പറയില്ല ചെയ്യാറ്. ഞാൻ പല ദിവസവും കൂടെ കണ്ട് കറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഞാൻ മനസ്സിലാക്കി, എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇറാൻ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു കാര്യം കാണിച്ചിരുന്നു. വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നിട്ടുള്ളൊരു ന്യൂസ്, അതായത് അമേരിക്കൻ ബേസുകൾ ഒഴിവാക്കണം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഗൾഫ് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഇൻറ്റേർണൽ ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഇത്രയും രാജ്യങ്ങൾ പരസ്പരം ഇവരെ വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും, ഈ യുദ്ധം തീരുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ബേസുകൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ടെന്ന് ഇന്നലത്തെ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേണലല്ല, ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രി കാണുന്ന എന്താണ്? UAEയിലോട്ട് ഇറാൻ ആക്രമിക്കുന്നു. ഈ ഒരു യുദ്ധം നിർത്തരുതെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ആരാണ്? ഇറാനാണോ? അല്ല, അമേരിക്കയാണോ? അമേരിക്കയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തി എക്സിറ്റ് അടിച്ച് പോകണം ചിന്തിക്കുന്ന ആൾക്കാരാണ് അമേരിക്ക. അപ്പം ഈ ഒരു യുദ്ധം നിർത്തണം എന്ന് ചിന്തിക്കുന്നത് ഈ പറഞ്ഞ അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും ഒക്കെയാണ്. ഇതൊക്കെ നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് നിർത്തരുത്, ഇത് കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടിരിക്കണം, എന്നും അശാന്തപരമായിട്ടിരിക്കണം. പശ്ചിമേഷ്യ ചിന്തിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം അത് നെതന്യാഹുവിൻ്റെ ഇസ്രായേലാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭരണാധികാരികളാണ്, ജൂതന്മാരാണ്. അവിടുത്തെ എല്ലാ ആൾക്കാരും അവിടുത്തെ ഒരു 80% ആൾക്കാരുമാണ് ആ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ആ ചിന്ത മനസ്സിൽ അവന്മാർ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവന്മാരെങ്ങാനും യുണൈറ്റ് ആവോ, ഇസ്ലാമിക് കൺട്രീസ് യുണൈറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളെ ചവിട്ടി പുറത്താക്കുമല്ലോ, ഞങ്ങളുടെ വിശാല ഇസ്രായേൽ നടപ്പില്ലല്ലോ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, ഞങ്ങൾക്ക് നടക്കില്ലല്ലോ എന്നുള്ള ചിന്ത ഉള്ള ഒരേ രാജ്യം ഇസ്രായേലാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഈ പരിപാടി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വെച്ചിട്ടില്ല, ഏത് ബേസിൽ നിന്നാണെങ്കിലും അമേരിക്കൻ ബേസിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലുകൾ മാത്രമായിരിക്കും. പ്രത്യേകിച്ച് നെതന്യാഹുവിൻ്റെ പട്ടാളം തന്നെ ആയിരിക്കും ആ പരിപാടി കാണിച്ചിട്ടുള്ളത്. കാരണം അടി അവിടെ വീണ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് വരും. അപ്പോൾ അവിടെ വികും ചെയ്യരുത്, എന്നാലിട്ട് പേടിക്കും വേണം, എന്നാലിട്ട് ഇവരുടെ ഇടയിലുള്ള ഇടിപിടി കൂട്ടും. അതായത് ഇസ്ലാമിക് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറാനെതിരെയുള്ള അവന്മാരുടെ ശത്രുത കൂട്ടണം എന്നുള്ള കാരണം കൊണ്ടാണ് 2 മിസൈലുകൾ പോയി. ഒരു മിസൈൽ കടലിൽ വീണു, രണ്ടാമത്തെ മിസൈലും ഇവരുടെ അടുത്ത പോർട്ടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടാണ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ആണോ ഇതിനെ പോയി തകർത്തതെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ റേഞ്ചിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ മിസൈലുകൾ വിട്ടത് എന്നാണ് പറഞ്ഞത്. ഇനി ആ മിസൈലുകൾ ഏതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകളൊക്കെ കടലിൽ കിട്ടിയിട്ട് വേണം അത് നോക്കാൻ, ആര് വിട്ടതാണ് എന്താണ്. അല്ലെങ്കിൽ അതിപ്പം മറച്ചുകൊണ്ട് വെക്കാൻ ആർക്കും പറ്റുമല്ലോ. അപ്പോൾ അത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലേ വിടുകയുള്ളൂ, ഇസ്രായേൽ പരസ്പരം അടുപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ ആലോചിക്കണം, അവിടെയിട്ട് വീണിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് ഒരു മിസൈൽ വിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇറാൻ്റെ കയ്യിലുള്ള ഏത് മിസൈൽ വിട്ടാലും UAE എവിടെ പോയി വെക്കും, അന്നേരം സ്ട്രോങ് ആയിട്ട് വെക്കും. ഇവരുടെ നിങ്ങൾ തന്നെ എടുത്തു നോക്കുക, ഇറാൻ എവിടെ നിൽക്കുന്നു, UAE എവിടെ നിൽക്കുന്നു, എത്ര അടുത്താണ് ഇറാൻ വളരെ അടുത്തായിട്ട് വിടാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പം ഈ പറഞ്ഞ കടലിൽ എവിടെയെങ്കിലും അമേരിക്കൻ ഏതെങ്കിലും ഒരു വെസലിൽ നിന്ന് ഒരു മിസൈൽ തൊടുത്ത് വിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറഞ്ഞ UAE കിടക്കുന്നത്. ഇസ്രായേലിന് വേണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യിപ്പിക്കാം, അവരുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവിടെ വികുകയും ചെയ്യരുത്, ഇവന്മാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കും വേണം. അപ്പോൾ കടലിനെ ഫോക്കസ് ചെയ്ത് വിട്ടതാണെങ്കിലോ, അല്ലെങ്കിൽ അവിടെ വികട്ടെ. അതിൻ്റെ നെക്സ്റ്റ് നമ്മളെന്താ കാണുന്നത്? UAE ഇറാനുമായിട്ടുള്ള സകല സാമ്പത്തിക നയതന്ത്ര ഇടപാടുകൾ നിർത്തുന്ന കണ്ടത്, ട്രേഡുകൾ നിർത്തുന്ന കണ്ടത്. UAEയുടെയും ഇറാൻ്റെയും ഇടയിൽ ഇപ്പോഴും ഉണ്ട് 10-20 ബില്യൻ്റെ ട്രേഡ് നടക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ചെയ്തിട്ടുള്ളത്.
അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ യുദ്ധം നിർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റത്തും പോകുന്നത് നെതന്യാഹുവാണ്. ഈ വരുന്ന ഇലക്ഷനാണ് ഒക്ടോബറിൽ. ആ ഇലക്ഷനും മുന്നോട്ട് പോകണമെങ്കിൽ ആ ഇലക്ഷനിൽ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പണിയെടുക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ഇലക്ഷൻ മാറ്റി വെച്ച് ഇനിയും അതിൻ്റെ സമയം ദൈർഘ്യം കൂട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ പറഞ്ഞ മുസ്ലിങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടും, അതുമാത്രമല്ല വിശാല ഇസ്രായേൽ എന്നുള്ള ആ സങ്കല്പത്തിന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പല രാജ്യങ്ങളുടെയും സൗദിയുടെയും അവിടെ നിന്നും ജോർദാനും ഈജിപ്തും ഈ പറഞ്ഞ മറ്റ് പല രാജ്യങ്ങളും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു രാജ്യം ഇപ്പം ഇസ്രായേലാണ്. ഇനി ഈ എബ്രാഹിം അക്കോർഡിൽ പോയി സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബഹ്റൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഇറാൻ. കാരണം ഇതിൻ്റെ ഭാഗമാണ്. അതായത് അമേരിക്കൻ്റെ ശത്രുത ഉള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കനെ കുത്തിത്തിരിച്ച് കൊണ്ടുവന്ന ഇസ്രായേലിനോടാണ് ഈ പറഞ്ഞ ഇറാനും ബാക്കിയുള്ളവർക്കൊക്കെ ശത്രുത ഉണ്ടാവുക. എന്നാൽ ഇസ്രായേലാണ് ഇതിനെ പിന്നിൽ കാണിക്കുന്ന ചെറ്റക്കളി കളിക്കുന്നത് അവരാണ്. അപ്പം എബ്രാഹിം അക്കോർഡിൽ പോയി സൈൻ ചെയ്തിട്ടുള്ള ടീമാണ് ബഹ്റൈനും അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും. ബാക്കിയുള്ള രാജ്യങ്ങൾ അതിലോട്ട് മാറി വരുന്നില്ല. ഇനി ഇസ്രായേലിൻ്റെ സൈനിക സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യം ഏതാണ്? UAE ആണ്. ഈ പറഞ്ഞ അറേബ്യക്കോ അതല്ലെങ്കിൽ മറ്റ് കുവൈറ്റിനോ ഖത്തറിനോ ഒന്നും ഇസ്രായേലിൻ്റെ സപ്പോർട്ടല്ല. ഇസ്രായേലിൻ്റെ ഒരു തരത്തിലുള്ള സൈനിക സപ്പോർട്ടും ഇല്ല. ആ സൈൻ ചെയ്ത ഒരു രാജ്യം UAE ആണ്. അപ്പോൾ UAE മുൻനിർത്തിയിട്ട് UAEയിലോട്ട് ഇവന്മാരെ അടുപ്പിച്ച് ഇറാനെ തിരിച്ചടുപ്പിക്കാം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ കാണിക്കുന്നത് ഈ പറഞ്ഞ ഇസ്രായേലും അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കൂട്ടി നിൽക്കുന്ന UAE കൂടെ ആവാം. UAEക്ക് കൂട്ടി നിൽക്കാമല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ മേലോട്ടൊന്നും വരില്ല, നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് വീണ് നമുക്ക് ഇറാനെതിരെ ഒരുമിച്ച് നടിക്കാം എന്നുള്ള ചിന്താഗതി കൊണ്ടുവരുത്താൻ പറ്റുന്ന ഒരേ രാജ്യം അത് UAEയും ഇസ്രായേലും തന്നെയാണ്. നമ്മൾ ഇതൊക്കെ കോൺസ്പിറസീസ് ആട്ടോ. അതൊന്നും തീരുമാനിച്ച അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ച അല്ലെങ്കിൽ കൺഫേം ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ പറഞ്ഞ ഈ സീസ് ഫയർ ആണ് ഇപ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിൽ ഇറാൻ യുദ്ധം ചെയ്യാം. ഇപ്പോൾ സീസ് ഫയർ ഒന്നും ഇല്ല, ഒരു തരത്തിലുള്ള ഉടമ്പടികളില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് വൈറ്റ് ഹൗസ് തന്നെ കൺഫേം ചെയ്തു. എന്താണ് വൈറ്റ് ഹൗസ് കൺഫേം ചെയ്തത്? അതായത് ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പം ഇറാനുമായിട്ട് ഒഫീഷ്യലി ഇല്ല എന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ ഈ ഒരു യുദ്ധം ഇങ്ങനെ ഒരു തുടർ നടപടിക്ക് പോകണം എന്നുള്ള താല്പര്യം വെച്ച് നടക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളതും, ഇനി ഈ ഒരു തരത്തിലുള്ള സീസ് ഫയർ ഒരു ഉടമ്പടികളും അകമ്പടികളും അതിൻ്റെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടും ഇനി ഇറാൻ ഏത് രീതിയിൽ അടിക്കുന്നുള്ള കാണ്ടി വരും. ഇത്രയും ദിവസം ഇറാൻ ചെയ്തത് ഇറാൻ അങ്ങോട്ട് വരെ അടിക്കുന്നതിനുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ബോംബ് ഇറാനിലോട്ടുമ്പോൾ തിരിച്ച് ഒന്ന് നെഞ്ചത്ത് പൊട്ടിക്കുക എന്നുള്ള അവസ്ഥയിലാണ് ഇറാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇറാൻ അതല്ല, എനിക്ക് തോന്നി ഇറാൻ അവരുടെ സ്ട്രാറ്റജി മാറ്റുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകണേ. ഇനി അമേരിക്ക ആക്രമിച്ചോ നോക്കൂല, നേരിട്ട് ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് അടിക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇറാൻ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഏകപക്ഷീയമായി അടിക്കും എന്നുള്ളത്. അതാണ് വേറൊരു കോൺഫറൻസിൽ ആൾക്കാർ പറയുന്നത്. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇറാൻ ഇനി സ്വന്തം അടിക്കും, ഇനി മറ്റുള്ള അടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു അടി കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചടിക്കാനുള്ള പരിപാടിയൊന്നുമില്ല, അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ള ഒരവസ്ഥയിലോട്ട് ഇറാൻ എത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ആർമി അല്ലെങ്കിൽ IRGC എത്തിയിട്ടുണ്ടെന്ന് മറ്റു ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ, നേരിട്ട് അവിടെ കൊണ്ട് പൊട്ടിക്കാതല്ല, മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോളുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാണ്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കയറി അടിച്ചതാണ് ചില ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ എയർ സ്പേസ് ഈ ഫ്ലൈ ദുബായിക്കും അതുപോലെ തന്നെ എയർ അറേബ്യക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇറാൻ. അതായത് ഫ്ലൈറ്റുകൾ പോകാനുള്ള അപ്രൂവൽ കൊടുത്തു. ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ ഒരു അപ്രൂവൽ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അപ്രൂവൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവാത്തത് ഇവരുടെ യഥാർത്ഥത്തിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഏതാണെങ്കിലും യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു. ഇന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പോയിട്ടുള്ള ഏതൊരു കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കപ്പലിനെ ഇറാൻ്റെ സേന പിടിച്ചിട്ട് അതിനെ തിരിച്ച് ലിങ്ക് ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ചൈനീസ് കപ്പലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് എമിറേറ്റ്സിലോട്ട് ആയതുകൊണ്ട് അത് സീസ് ചെയ്തിട്ട് അത് ബന്ദർ അബ്ബാസിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള, തിരിച്ചവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത പറയുന്നുണ്ട്. ഏതാണെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ പറയാനുള്ളത് ഇതുവരെയുള്ളത്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ ഒക്കെ പുറത്തു വരുമായിരിക്കും. അതല്ല മറ്റൊരു വലിയ യുദ്ധത്തിലോട്ടാണോ അത് പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.